ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറുമുറായിട്ടുള്ള ഒരു സ്നാക്കും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നമ്മളിത് മക്രോണി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇത് വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്, മക്രോണി വേവിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്ന പരുവത്തിൽ വേവിക്കരുത്. ഒരു 80-85% വെന്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് ഒക്കെ മതിയാവും. അതിന് കളർ ഒന്ന് മാറി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വെള്ള കളറിൽ വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. എന്നിട്ട് നല്ലപോലെ വാർത്തെടുക്കണം. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചൊരു മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ വേണം. എന്നാലേ നല്ല പോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ മക്രോണി വെള്ളമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിനകത്തോട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. കണ്ടില്ല, ഒട്ടും വെള്ളം തന്നെ ഇല്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഈ പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് കുഴച്ചെടുക്കരുത്, സൂക്ഷിച്ച് മിക്സ് ചെയ്യുക. ഏതെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ പൊടിയൊക്കെ ഇതിൽ പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അതൊരു മീഡിയം ചൂടുള്ള സമയത്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് ചൂടുള്ളപ്പോൾ ഇട്ട് കൊടുക്കണ്ട, ഒരു മീഡിയം ചൂട് മതിയാവും. അതിനകത്ത് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. ചെറിയൊരു ബ്രൗൺ കളർ വരും. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൽ നിന്ന് കോരാം. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല, ഇത്രയും തന്നെ കളർ മതിയാവും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു മസാല ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ അഥവാ ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ നമ്മളൊരു കുർക്കുറയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് വരുന്നത്, നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, കുട്ടികൾക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.